ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഇന്നത്തെ ദിവസം കട്ടായിരുന്നു. ഓർഡറൊക്കെ ശോകം, ഉള്ളതെല്ലാം കട്ട വെയിറ്റിങ്. തിങ്കളാഴ്ച ആയതുകൊണ്ട് വൈകിട്ട് നല്ല ഓർഡറായിരുന്നു. നല്ല ഓഫേഴ്സ് ഉണ്ട് സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ. പക്ഷേ എന്തോ ഇന്ന് ഓർഡേഴ്സ് കുറവായിരുന്നു മൊത്തത്തിൽ. എല്ലാവരും വീട്ടിൽ നിന്ന് കുക്കിംഗ് ചെയ്ത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയത്തില്ല. പിന്നെ ഇന്ന് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, മിക്കവാറും എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്, ഞാൻ പാവമാണ്, എല്ലാവരും എനിക്ക് അഡ്വാൻറ്റേജ് ചെയ്യുന്നു, എല്ലാവരും എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ മാനസികമായിട്ട് കുറ്റപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ തോന്നുന്നു ചില ആൾക്കാർക്കെന്ന് വെച്ചാൽ എല്ലാവർക്കും. എനിക്കും അങ്ങനെ തോന്നാറുണ്ട് ചില സമയത്ത്, ഞാൻ ഭയങ്കര പാവമാണ്. പക്ഷേ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചിന്തയാണ്. ഞാൻ പാവമാണെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ ഇത് ചെയ്യുന്നു, ബാക്കിയുള്ളവരിലൊക്കെ കുറ്റം കാണുന്നു, ഇങ്ങനെയൊക്കെ ചിന്ത വന്നു കഴിഞ്ഞാൽ ജീവിതം പോയി. നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മൾ പാവമാണെന്ന്. എല്ലാവർക്കും നല്ല വശമുണ്ട്, എല്ലാവർക്കും ചീത്ത വശമുണ്ട്. പണ്ട് പറയുന്ന ഒരു സംഭവമാണ്, ദർ ഇസ് എ ഗോഡ് ആൻഡ് ദ ഡെവിൾ ഇൻ ദ സെയിം പേഴ്സൺ, ദർ ഇസ് എ ഗുഡ് ആൻഡ് ഈവിൾ ഇൻ ദ സെയിം പേഴ്സൺ. ഈ പറയുന്ന വളരെ ശരിയാണ്. എല്ലാവരിലും ഉള്ളതാണ് നല്ലതും ചീത്തയും. ഒരിക്കലും നമ്മൾ പാവമാണെന്ന് ഉള്ളൊരു ഫീലിംഗ് ബാക്കിയുള്ളവർക്ക് വരുത്തുകയും ചെയ്യരുത്, നമുക്ക് സ്വയം തോന്നുകയും ചെയ്യരുത്. അതുപോലെ ബാക്കി എല്ലാവരും മോശമാണെന്നുള്ള ചിന്തയൊന്നും വരുത്തുകയും ചെയ്യരുത്. നമ്മൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ പാവമാണ്, എല്ലാത്തിനും കുറ്റവും കാണുകയും എല്ലാവരിലും കുറ്റം ചെയ്യുകയും കണ്ടുപിടിക്കുകയും ഒന്നും ഒരിക്കലും ചെയ്യല്ല. അതൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്കെന്താ ചെയ്യാനുള്ളത് അത് ചെയ്യുക. അത് ശരിയായിട്ട് വന്നാൽ ശരി, നല്ലത്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താനോ സിറ്റുവേഷൻസ് കുറ്റപ്പെടുത്താനോ അതിനൊന്നും, സാഹചര്യങ്ങൾ കുറ്റപ്പെടുത്താനോ ഒന്നും ഒരിക്കലും പോകരുത്. എന്തിന്? നമുക്കെന്തോ നമ്മുടെ ജീവിതം പോകുന്നു അതുപോലെ തന്നെ പോവുക. അല്ലാതെ ഒരു പെർഫെക്ഷൻ, എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ്, എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. അതൊക്കെ കൂടുതൽ നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആവത്തേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വി ഷുഡ് ഓൾവേസ് ഡു വാട്ട് വി നീഡ് ടു ഡു ആൻഡ് നോട്ട് ടു ക്രിറ്റിസൈസ് അതേഴ്സ്. ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ ഇരിക്കട്ടെ, ഒരു അടിപൊളിയായിട്ട്. നമ്മളൊരിക്കലും ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താനോ ബാക്കിയുള്ളവർ നമ്മുടെ വഴിയിൽ വരണമെന്നോ ഒന്നും ചിന്തിക്കാൻ പോകരുത്.